നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. ശങ്കർദാസ് ഹൈക്കോടതിയിൽ തനിക്ക് നേരെ ഉണ്ടായ പരാമർശം അത് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ സുപ്രീം കോടതി ഒരൊറ്റ വാചകമാണ് പറഞ്ഞത്, നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്നുള്ള ഒരു പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതോടുകൂടി ഇപ്പോൾ ജാമ്യ ഹർജിയുമായി സുപ്രീം കോടതിയിലേക്ക് പോകാൻ കാത്തുകെട്ടി നിൽക്കുന്നവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. സുപ്രീം കോടതിയും ഇപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മുൻപ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ സുപ്രീം കോടതിക്ക് നേരെ ജനവികാരം വലിയ രീതിയിൽ ഇളകി നിൽക്കുന്ന ഒരു സമയമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് വിശ്വാസത്തിനൊപ്പം നിൽക്കുന്നു. കോടതികൾ വിശ്വാസപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏറെ ശ്രദ്ധ ചെലുത്തണം എന്ന് സുപ്രീം കോടതിയിൽ നിന്ന് പോലും ഒരു പരാമർശമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ പരിഗണിക്കുമ്പോഴും സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നമ്മൾ കേട്ടതുപോലെ അയ്യപ്പൻ്റെ ഒരു ശബ്ദം പോലെ സുപ്രീം കോടതിയിൽ നിന്നും അയ്യപ്പൻ്റെ ഒരു ശബ്ദമായിട്ടാണ് ഇന്ന് വന്ന ഉത്തരവുകളെ ജനങ്ങൾ കാണുന്നത്. ദൈവത്തെ പോലും വെറുതെ വിട്ടിട്ടില്ല. അത് ഇന്ത്യയുടെ നെഞ്ചിൽ നിന്നുള്ളൊരു വിളിയാണ്. ആ നെഞ്ചകത്തെ ആ വിളി നമ്മൾ നേരത്തെ ഹൈക്കോടതിയിൽ നിന്ന് കേട്ടു. ഇപ്പോൾ സുപ്രീം കോടതി അതേ വാക്കുകൾ സുപ്രീം കോടതിയിൽ നിന്ന് മുഴങ്ങുമ്പോൾ അതിൻ്റെ ആഘാതം വളരെ വലുതാണ്. സുപ്രീം കോടതി ദൈവത്തെ പോലും വെറുതെ വിട്ടിട്ടില്ലല്ലോ എന്നുള്ള ഒരു പ്രയോഗം നടത്തുമ്പോൾ നമുക്ക് അത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ കേൾക്കാം. അയ്യപ്പൻ്റെ ശബ്ദമാണത്. ദൈവത്തെ പോലും എന്നെപ്പോലും നിങ്ങൾ വെറുതെ വിട്ടില്ലല്ലോ. ഞാൻ ഇന്നലെ പാലായ്ക്കടുത്ത് രാമപുരം എന്നൊരു സ്ഥലമുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ ഒരു ക്രിസ്ത്യൻ മേഖലയാണ്. എൻ്റെ ഒരു കസിൻ നിജോ എന്ന് പറഞ്ഞൊരു കസിൻ്റെ മകൻ്റെ മാര്യേജിനോടെ പോയതാണ്. ഒരുപാട് ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ അമ്മമാർ ഒത്തൊരുമിച്ച് ഈ മാര്യേജ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇരിക്കുന്നു. എല്ലാം ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ അമ്മമാരാണ്. ഇത്തിരി പ്രായമൊക്കെയുള്ള, എന്നാൽ എല്ലാ കാര്യങ്ങളിലും ആധികാരികമായി ശ്രദ്ധിക്കുന്ന, അഭിപ്രായം പറയുന്ന ഒരു മധ്യവർഗം. ഈ ശബരിമല വിഷയമായിരുന്നു അവിടുത്തെ ഏറ്റവും മുഖ്യ ചർച്ചാ വിഷയം. എന്നെ കണ്ട ഉടൻ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമലയെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ വളരെ ഗംഭീരമായി അവതരിപ്പിക്കുന്നല്ലോ, ഞങ്ങളൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തൊരു അവർ പറഞ്ഞ പ്രയോഗങ്ങൾ ഇത്തിരി കടുപ്പമാണ്. നമുക്ക് അതേ വാക്കുകൾ ഉപയോഗിക്കുകയ്യ. എന്തൊരു അതിക്രമമാണ് ഇവർ കാട്ടിക്കൂട്ടിയത്. ശബരിമലയിൽ നിന്ന് ഇത്രയധികം, ആ ശ്രീകോവിലിൽ നിന്ന് ഇത്രയധികം അമൂല്യ വസ്തുക്കൾ കടത്തിക്കൊണ്ട് പോവുക. നമ്മുടെ പള്ളിയിലെ അൾത്താരയിലിരിക്കുന്ന ഏതെങ്കിലും ദിവ്യരൂപം അല്ലെങ്കിൽ അൾത്താരയിലെ ഏറ്റവും വിശിഷ്ട ബലി അർപ്പിക്കാൻ വെച്ചിരിക്കുന്ന അരളിക്ക എന്നൊക്കെ പറയും. ഇത്തരം അമൂല്യ വസ്തുക്കൾ, വിശുദ്ധ വസ്തുക്കൾ മോഷ്ടിക്കപ്പെട്ടാൽ നമുക്ക് എന്തുമാത്രം വികാരമുണ്ട്. അപ്പോൾ കേരളത്തിലെ എല്ലാ വിശ്വാസികളും ഉറ്റുനോക്കുന്ന, അവർ വിശ്വസിക്കുന്ന ശബരിമലയിലെ ക്ഷേത്രം ഇങ്ങനെ കൊള്ളയടിക്കുമ്പോൾ അവർക്കെങ്ങനെ ഇത് സഹിക്കാൻ കഴിയും? നമുക്കേ സഹിക്കാൻ കഴിയുന്നില്ല. ഈ അമ്മമാർ പ്രതികരിക്കുന്നതാണ്. അവരുടെ പ്രതികരണത്തിൻ്റെ ഒരു ശക്തി വളരെ വലുതാണ്. അതൊരു ഹൈന്ദവ സമൂഹമല്ല, ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പ്രതികരണമാണ്. ഞാൻ അവരോട് കുറച്ചധികം സംസാരിച്ചു. അപ്പോൾ അവരുടെ പ്രതികരണങ്ങൾ കൂടുതൽ ദൃഢതയുള്ളതാണ്. അവർ പറയുന്നു, ശബരിമല നമ്മുടെയൊക്കെ ഒരു വികാരമാണ്. ശബരിമലയിൽ എന്ത് അതിക്രമം സംഭവിച്ചാലും അതിനെ അംഗീകരിക്കാനോ അതിനെ അംഗീകരിച്ച് കൊടുക്കാനോ നമുക്ക് കഴിയില്ല. അപ്പോൾ ക്രിസ്ത്യൻ കുടുംബങ്ങളെ പോലും ഇത് വളരെ സ്വാധീനിച്ചിരിക്കുന്നു. സാധാരണ അമ്മമാരെ, പെങ്ങന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് തികച്ചും അയ്യപ്പ വിശ്വാസികൾക്കുള്ളിൽ മാത്രമല്ല ഈ പ്രതിഷേധവും ഈ അഗ്നിയും ഇപ്പോൾ കത്തുന്നത്. അത് സമൂഹമാകെ പടരുകയാണ്. അതിൽ ജാതിയില്ല, മതമില്ല, വർഗവ്യത്യാസങ്ങളില്ല, പണക്കാരെന്നില്ല, പാവപ്പെട്ടവരെന്നില്ല, അധസ്ഥിതരെന്നില്ല. എല്ലാ മനുഷ്യരെയും അത്രയേറെ ഇത് ബാധിച്ചിരിക്കുന്നു. ഇവിടെ വേണം നമ്മൾ സുപ്രീം കോടതിയുടെ ഈ വാക്കുകളുടെ മുഴക്കം കേൾക്കാൻ. ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്ന് മാത്രമല്ല സുപ്രീം കോടതി പറഞ്ഞത്. നിങ്ങളുടെ പ്രായവും ഏത് ശങ്കർദാസ് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നപ്പോൾ അന്ന് ശങ്കർദാസ് അവിടെ ദേവസ്വം ബോർഡ് അംഗമായിരുന്നു. ശങ്കർദാസ് ഒട്ടും നിസ്സാരക്കാരനല്ല. ശങ്കർദാസ് ഈ സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള, വലിയ ആഠ്യത്വമുള്ള വലിയൊരു കുടുംബത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. ശങ്കർദാസിൻ്റെ ഒരു ജീവിത രീതി, ശങ്കർദാസിൻ്റെ ഇടപെടലുകൾ ഒക്കെ വളരെ കരുത്തുറ്റതായിരുന്നു. CPI പോലൊരു പാർട്ടിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. കേരള രാഷ്ട്രീയത്തെ അദ്ദേഹം നിയന്ത്രിച്ചു. ഇപ്പോൾ പോലീസ് സംവിധാനത്തിൽ പോലും അദ്ദേഹത്തിന് വലിയ ബന്ധങ്ങളുണ്ട്, അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടെ. ചുരുക്കത്തിൽ ശങ്കർദാസിനെ ഈ കേസിൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരാം എന്ന് ഒരു ഘട്ടത്തിൽ പോലും കേരളം ചിന്തിച്ചില്ല. കാരണം അത്രയേറെ
സ്വാധീന ശക്തിക്ക് ഉടമയാണ് ശങ്കർദാസ്. ഒട്ടും പിന്നിലല്ല വിജയകുമാറെങ്കിലും വിജയകുമാറും ശങ്കർദാസും തമ്മിൽ പ്രത്യേകിച്ച് കമ്പാരിസൺ ഇല്ല. ശങ്കർദാസിനെ പിടികൂടാൻ കഴിയുമോ എന്ന സംശയം പൊതുവെ കേരളത്തിനുണ്ടായിരുന്നു. കാരണം ശങ്കർദാസ് നേരെ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് ഒരു ജാമ്യാപേക്ഷയുമായി ചെല്ലുന്നു, ഹൈക്കോടതിയെ സമീപിക്കുന്നു, എല്ലാറ്റിനും ഒടുവിൽ സുപ്രീം കോടതിയിലേക്ക് അതിവേഗം കടന്നു ചെല്ലുന്നു. ഏറ്റവും മികച്ച അഭിഭാഷകർ, വളരെ ശക്തമായ നിയമ പോരാട്ടത്തിലേക്ക് ശങ്കർദാസ് കടക്കുന്നു. ശങ്കർദാസിൻ്റെ ആവശ്യം പോലും നമ്മെ അമ്പരപ്പിക്കുന്നതായിരുന്നു. ഹൈക്കോടതി നടത്തിയ അദ്ദേഹത്തിനെതിരെയുള്ള പരാമർശങ്ങൾ പിൻവലിക്കണം, ഇതായിരുന്നു ശങ്കർദാസിൻ്റെ ആവശ്യം. എന്നാൽ സുപ്രീം കോടതി അദ്ദേഹത്തിൻ്റെ ആവശ്യം നിരാകരിക്കുക മാത്രമല്ല, അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങളുടെ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും തീർച്ചയായും കോടതി ഉൾക്കൊള്ളുന്നു, പക്ഷേ കേസിൽ നിന്ന് ഒഴിവാക്കില്ല. ഈ കൊള്ള, ശബരിമല കൊള്ള, അതിൽ നിങ്ങൾ ആ മിനിറ്റ്സിൽ ഒപ്പുവെച്ച പങ്കാളിയാണ്. ഈ പരാമർശം ഇനി എങ്ങനെ മായ്ച്ചു കളയും അദ്ദേഹത്തിന്? ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നു എന്നൊക്കെ പറയുന്നു. എന്ന് മാത്രമല്ല, ശബരിമല വിവാദം ആളിക്കത്തിയതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിനൊരു പക്ഷാഘാതം വന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പറയുന്നത്. പക്ഷാഘാതത്തെ തുടർന്ന് തളർച്ചയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഓർമ്മയില്ല. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. ഇതൊക്കെ സുപ്രീം കോടതിക്ക് മുൻപാകെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്നാൽ സുപ്രീം കോടതി ഇത്തരം മാനുഷിക പരിഗണന ഈ കേസിൽ നൽകുന്നില്ല. ഇതുതന്നെയാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ മുന്നറിയിപ്പ്. നമ്മൾ ഹൈക്കോടതിയിൽ കേട്ട അതേ ശബ്ദം, നിങ്ങൾ എന്തുകൊണ്ട് വമ്പന്മാരിലേക്ക് കടക്കുന്നില്ല, വൻപന്മാരിലേക്ക് ഈ അന്വേഷണം എത്തുന്നില്ല എന്ന ഹൈക്കോടതിയുടെ ചോദ്യം ഇപ്പോഴും നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിരുന്നു പിന്നീട് നമ്മൾ കണ്ട ചോദ്യം ചെയ്യലുകൾ. പ്രത്യേകിച്ച് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പിന്നീട് ചില വെളിപ്പെടുത്തലുകൾ നടത്തി പ്രവാസി മലയാളി വ്യവസായി രംഗത്തെത്തിയപ്പോൾ അതിനെ തുടർന്ന് ദിണ്ടിഗലിലെത്തി ഒരു ഡി മണിയെ തൂക്കിക്കൊണ്ടുവരുന്നു. അത് ഡി മണിയെ ചോദ്യം ചെയ്യുന്നു. ശങ്കർദാസിനൊപ്പം അന്ന് ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന വിജയകുമാറിനെ കസ്റ്റഡിയിലെടുക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, റിമാൻഡിലാവുന്നു. എന്നാൽ അതിശയിപ്പിക്കുന്ന ചില നീക്കങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ ചോദ്യം ചെയ്യലിന് ശേഷം നടന്നു. അതുകൊണ്ടാണ് കോടതി വീണ്ടും അന്വേഷണ സംഘത്തിന് സമയം അനുവദിച്ചത്. സമയം അനുവദിക്കുക വഴി രണ്ട് സമ്മർദ്ദങ്ങളാണ് ഇപ്പോൾ സർക്കാർ അനുഭവിക്കുന്നത്. ഒന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കുന്നു. ഹൈക്കോടതി അതിന് തൊട്ട് മുൻപാണ് ഈ കേസ് പരിഗണിക്കാൻ പോകുന്നത്. അപ്പോൾ സർക്കാരിനെ നിശ്ചിതമായി വിമർശിച്ചാൽ ഇത് സർക്കാരിന് മേൽ പതിക്കുന്ന വലിയ ഇടുത്തിയായി മാറും. ഇപ്പോഴേ ഈ കേസിൻ്റെ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ച് ഹൈക്കോടതിയിൽ നിന്നുള്ള ശകാരങ്ങളൊക്കെ ഏറ്റുവാങ്ങി ഏതെങ്കിലും തലത്തിൽ കുറച്ചുകൂടി ഭദ്രമാക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ സർക്കാരിൻ്റെ ഒരു നിലനിൽപ്പ് കുറച്ച് ഭദ്രമായേനെ. മറുവശത്ത് സർക്കാരിനൊരു ഭയമുണ്ട്. കാരണം അന്തിമ റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തിച്ചാൽ ആ റിപ്പോർട്ട് വളരെ പോസിറ്റീവ് അല്ലെങ്കിൽ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എങ്കിൽ കേസെടുത്ത് നേരെ CBIയുടെ കൈ കൊടുക്കും. 3 മാസം സമയമുണ്ട്. CBI പൊരിച്ചടുക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാർ വെള്ളം കുടിക്കും. അപ്പോൾ ആ ഒരു ഭയം നിമിത്തമാണ് കോടതിയെ ബോധ്യപ്പെടുത്തി ശക്തമായ അന്വേഷണം നടത്തുന്നു എന്ന് വരുത്തി തീർത്ത് ഈ കേസിൽ പരമാവധി സമയം ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങിയെടുത്തിരിക്കുന്നത്. ഹൈക്കോടതിയെ സംബന്ധിച്ച് ഇതൊരു പ്രമാദ കേസാണ്. വലിയ ചോദ്യം ചെയ്യലുകൾ വേണം, വലിയ അന്വേഷണം വേണം, തെളിവെടുപ്പുകൾ വേണം. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി കുറച്ച് ലീനിയൻ്റ് ആവും. ആ ലീനിയൻസി ഇവർ പൂർണ്ണമായി ഉപയോഗിക്കുന്നു. CBI വന്നാൽ സംഗതി അടപടലം പാളും. മറുവശത്ത് സോണിയാഗാന്ധിയിലേക്ക് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ളയായിരിക്കുമെന്ന് CPMന് വ്യക്തതയുണ്ട്. അതുകൊണ്ടാണ് സോണിയാഗാന്ധിയിലേക്ക് ചില സംശയമുനകൾ തിരിച്ചു വെച്ചത്. അതിൽ കുറച്ച് വാസ്തവമുണ്ട്. കാരണം സോണിയാഗാന്ധിയുടെ അടുക്കലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വലിച്ചിഴിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നമ്മുടെ അടൂർ പ്രകാശനും സംഘത്തിനുമൊക്കെ, അടൂർ പ്രകാശും ആൻ്റണിയും ഒക്കെ അതിൽ പഴി കേൾക്കുന്നു. നേരെ ഡൽഹിയിലെത്തി സോണിയാഗാന്ധിയുടെ കയ്യിൽ ശബരിമലയിൽ നിന്നുള്ള ഒരു ചരട് കെട്ടിക്കൊടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ ഡൽഹിയിലും സ്വാധീനമർപ്പിച്ചു. ഈ ആരോപണത്തിൽ നിന്ന് തടിതപ്പാൻ കോൺഗ്രസ്സിന് കഴിയില്ല. ഇതിനിടയിൽ സോണിയാഗാന്ധിയുടെ ഒരു സഹോദരിയെ ചുറ്റിപ്പറ്റി വിദേശത്ത് പുരാവസ്തു കച്ചവടമുണ്ട് എന്നൊക്കെയുള്ള കഥകൾ വരുന്നു. ഇതൊക്കെ ഇതിൻ്റെ ഉപോൽപ്പന്നങ്ങളാണ്. അതിലൊന്നും നമുക്കിപ്പോൾ കോൺഗ്രസ്സിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല. ആരോപണങ്ങൾ വരട്ടെ, അന്വേഷിക്കപ്പെടട്ടെ. അതിനെ വളരെ ശക്തമായി കോൺഗ്രസ് നേരിടട്ടെ. ചില ആരോപണങ്ങൾ ഉയരുന്നതിൽ വസ്തുതയുമുണ്ട്. 2004
ഇയാൾ ശബരിമലയിലെത്തി. പിന്നീട് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലത്ത് ഇയാൾ കൂടുതൽ ശക്തി ആർജിച്ചു. ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ കാലത്ത് പോറ്റിയെ ശബരിമലയിൽ കയറ്റി. അതാണ് പിണറായി വിജയൻ്റെ വാദം. അത് ഏറെക്കുറെ ശരിയുമാണ്. പക്ഷേ കൊള്ള നടന്നത് 2017 മുതൽ പിണറായി വിജയൻ്റെ കാലഘട്ടത്തിലാണ് എന്നതാണ് നമുക്ക് കിട്ടുന്ന സ്ഥിതി വിവര കണക്കുകൾ. അതല്ല, അതിനു മുമ്പ് അവിടുന്ന് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്നത് CPM ആണ്. അവരുടെ അന്വേഷണ സംവിധാനങ്ങളാണ് കേരളത്തിൽ എവിടെയും പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ പോലീസ് സംവിധാനങ്ങൾ അന്വേഷിച്ച് 2017 മുൻപ് നടന്ന കൊള്ളകളുടെ ലിസ്റ്റ് ഇതാണ്, 2017 ശേഷം നടന്ന കൊള്ളകളുടെ ലിസ്റ്റ് ഇതാണ്. അങ്ങനെ ഒരു സെപ്പറേറ്റ് ലിസ്റ്റ് തന്നാൽ അതിൻ്റെ തീവ്രത കേരളത്തിലെ വോട്ടർമാർക്ക് അളക്കാനും അതനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുക്തിസഹമായ ഒരു തീരുമാനത്തിലെത്താൻ കഴിയും. അത് സർക്കാർ ചെയ്യട്ടെ. അതിനെ പ്രതിരോധിക്കാനുള്ള അവകാശം കോൺഗ്രസിനുണ്ട്, അന്വേഷിക്കാനുള്ള അവകാശം സർക്കാരിനുണ്ട്. മറുവശത്ത് ശങ്കർദാസിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തി നൽകുന്നത്. ശങ്കർദാസ് കൊച്ചിയിൽ ഒരു ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. അതുകൊണ്ട് ഈ വയ്യ ആശുപത്രിയിലാണ് എന്ന് പറയുമ്പോൾ പോലും പലരും ചോദിക്കുന്നുണ്ട്, ഇതൊരു അടവ് തന്നെയല്ലേ എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. എന്ന് പൂർണ്ണമായി പറയുക വയ്യ. കാരണം അദ്ദേഹത്തിന് പ്രായാധിക്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ ഷോക്കായി എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ. വലിയ സ്വാധീനമുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ മകനായിട്ടുണ്ട്. അപ്പോൾ ഇത്ര വലിയൊരു പതനം അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഷോക്ക്. പക്ഷേ ഇതിനെ അയ്യപ്പ കോപവുമായി ഘടിപ്പിക്കുന്നവരുണ്ട്. നമുക്കിപ്പോൾ അയ്യപ്പ കോപം വ്യക്തികളിലേക്ക് ഇത്തരത്തിലൊക്കെ ബാധിക്കുമെന്നൊന്നും മനുഷ്യ സഹജമായി പറയുക വയ്യ. എങ്കിലും അയ്യപ്പൻ്റെ ചില നിശ്ചയങ്ങളുണ്ട്. അയ്യപ്പൻ ഞാൻ ഇന്നലെ ആ വിവാഹത്തിന് പോയി എന്ന് പറഞ്ഞല്ലോ. വൈകുന്നേരം രാത്രിയിലാണ് നമ്മുടെ മണിമല റാന്നി അതുവഴിയാണ് യാത്ര ചെയ്തത്. രാത്രിയിലൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ റോഡിലെ വാഹനങ്ങളുടെ ബാഹുല്യം നമുക്ക് സമ്മതിക്കാം. പക്ഷേ കാൽനടയായി പോകുന്ന അയ്യപ്പന്മാരുടെ എണ്ണം പഴയ വർഷങ്ങളെക്കാൾ വളരെ കൂടി. ഇവിടെ കാലിലേക്ക് നോക്കുമ്പോൾ ഈ ചെരുപ്പൊന്നും ഇല്ലല്ലോ, നഗ്നപാതരായി നടക്കുകയാണ്. കല്ലും മുള്ളും സാമിക്കുമെത്ത എന്ന് പറഞ്ഞു. ഇവരൊക്കെ അയ്യപ്പനെ വിളിക്കുമ്പോൾ ലക്ഷോപലക്ഷം അയ്യപ്പ ഭക്തർ ആ സ്വാമിയെ വിളിക്കുമ്പോൾ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന വലിയൊരു തേജസ്, ഊർജവും ദൈവികതയുമുണ്ട്. ആ ദൈവികത പല രൂപങ്ങളിൽ പലരിലേക്ക് ചെല്ലും. അവിടെ കൊള്ളയടിച്ചവരുടെ നേർക്ക് ചെല്ലും, കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരുടെ നേർക്ക് ചെല്ലും. ഇനി ഇതിലും അപ്പുറം ഈ ചില കൊള്ളകൾ നടക്കുമ്പോൾ എനിക്കതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് വളരെ നിർനിമേഷരായി നോക്കി നിൽക്കുന്നവരുണ്ട്. അതൊക്കെ നടക്കട്ടെ, എടുക്കാൻ പറ്റുന്നവരൊക്കെ എടുക്കട്ടെ. ഞാനേതായാലും എടുത്തില്ലല്ലോ. പക്ഷെ അവർക്കും കോപമേൽക്കും. അവരിൽ നിന്ന് ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ വലിയൊരു വിഭാഗത്തെ കാണുന്നു. ശബരിമല കൊള്ള നടത്തിയ മുരാരി ബാബുവിൽ തുടങ്ങിയ ആ ഒരു സംഖ്യ വളർന്നു വരുന്നു ഓരോ ദിവസവും. സംഖ്യ മാത്രമല്ല വളരുന്നത്, അതിലപ്പുറം അവരുടെ സ്വാധീന ശക്തിയുടെ തീവ്രത നോക്കുമ്പോൾ അതും വളർന്നു വരികയാണ്. ചില വമ്പന്മാരെ തൊടാൻ കഴിയാതെ നിൽക്കുമ്പോൾ നമ്മൾ കരുതും അവരൊക്കെ രക്ഷപ്പെട്ടുവെന്ന്. പക്ഷെ അവരാരും അയ്യപ്പൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന നിരവധി അടയാളങ്ങൾ നമുക്ക് ചുറ്റും കാണാം. അപ്പോൾ ഇത്രയേറെ അയ്യപ്പ വിശ്വാസികൾ ആ വിശ്വാസ മൂർത്തിയിലേക്ക് കടന്നു വരുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഒരു കരുത്തുണ്ട്. അതത്ര നിസ്സാരമല്ല. ആ വിശ്വാസത്തെ നമ്മൾ കൊള്ളയടിക്കാൻ പാടില്ല. ആ വിശ്വാസത്തിൻ്റെ പേരിൽ ജനങ്ങൾ കാണിക്കർപ്പിക്കുന്ന അമൂല്യ വസ്തുക്കളും പണവും സ്വർണവും രത്നവും ഒന്നും കൊള്ളയടിച്ച് കൊണ്ടുപോകാൻ പാടില്ല. ഈ കൊള്ള കണ്ണുകെട്ടി നോക്കി നിൽക്കാനും പാടില്ല. ഇവിടെയാണ് ചില സംശയങ്ങൾ. ശങ്കർദാസ്, വിജയകുമാർ, പത്മകുമാർ, വാസുവിൻ്റെ കഥ നമുക്കറിയാം. ഇവർ 4 പേരും സമൂഹത്തിലെ ഉന്നതരായിരുന്നു, വലിയ സ്വാധീന ശക്തിയുള്ളവരായിരുന്നു. നമുക്ക് ഇത്തരം നിരവധി അധികാരത്തിൻ്റെ അടയാളങ്ങൾ ഇപ്പോഴും ഈ സമൂഹത്തിൽ കാണാൻ കഴിയും. അധികാരത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണാൻ കഴിയും. ഇവരൊക്കെ പറയുന്നത് ഞാൻ ചെയ്തില്ല, പകരം പത്മകുമാർ ചെയ്തു. അപ്പോൾ ഇവർക്ക് ബോധ്യമുണ്ട് ഇത് കൊള്ളയാണ് എന്ന്. പത്മകുമാറിൻ്റെ പ്രത്യേക താല്പര്യത്തിലാണ് അവിടെ കൊള്ള നടത്തിയത് എന്ന മൊഴി വിജയകുമാറും ശങ്കർദാസും അന്വേഷണ സംഘത്തിന് കൊടുത്തു. പക്ഷേ ശങ്കർദാസിൻ്റെയും വിജയകുമാറിൻ്റെയും മൊഴി എവിടെ പൊളിഞ്ഞു? ദേവസ്വം ബോർഡിലെ ഒരു തീരുമാനം, അതൊരു കൂട്ടായ തീരുമാനമാണ്. അതിൽ ഏതെങ്കിലും ഒരു മെമ്പർ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ രേഖപ്പെടുത്തിയാൽ അത് നടപ്പിലാക്കാൻ കഴിയില്ല. അത്രയേറെ പവറുണ്ട് അവർക്ക്, അധികാരമുണ്ട്. ദേവസ്വം ബോർഡ് ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് ഏകപക്ഷീയമായി 3 പേരും ഒരുപോലെ അതിന് അപ്രൂവൽ കൊടുക്കണം. അതല്ലാതെ ഒരാൾ മറ്റൊരാളിൽ പഴിചാരി രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടെ ഇവർ പറഞ്ഞത് പത്മകുമാർ നിർദ്ദേശിച്ചു, ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല, ഒപ്പിട്ട് കൊടുത്തത്. അപ്പോൾ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കാവോ? അയ്യപ്പനെ കാവലേൽപ്പിച്ചവരാണ്.
അയ്യപ്പൻ്റെ സന്നിധാനം, ശ്രീകോവിൽ ഒക്കെ നമ്മൾ കാവലേൽപ്പിച്ചവരാണ്. ആ കാവലേൽപ്പിച്ചവരുടെ ഉത്തരവാദിത്വമാണ് അവിടെ നിന്ന് അമൂല്യ വസ്തുക്കളോ സ്വർണമോ ഒന്നും കൊള്ളയടിക്കപ്പെട്ട് പുറത്തേക്ക് പോകരുത് എന്നത്. പക്ഷേ ഇവിടെ കൊള്ള നടന്നിരിക്കുന്നു. കൊള്ള നടന്നു എന്നത് 101 അല്ല 101% തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. അതും സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ മാത്രമല്ല. നമുക്കറിയാം കട്ടിളപ്പടി, വാതിൽപ്പാളി, പിന്നെ നമ്മൾ കണ്ടു പ്രഭാമണ്ഡലത്തിൽ വച്ചിരിക്കുന്ന ഒട്ടേറെ അമൂല്യ വസ്തുക്കളുണ്ട്. ഈ വ്യാളി രൂപങ്ങൾ, ഇതിൻ്റെ മുകൾ പരപ്പിലുള്ള ഒരുപാട് ശില്പങ്ങൾ, അതിലുള്ള സ്വർണ്ണ എലമെൻറ്റ്സ് ഒക്കെ പൊളിച്ചെടുത്തുകൊണ്ട് പോയി. ഏകദേശം 1 കിലോയോളം കൊണ്ടുപോയി എന്ന് SIT പറയുന്നു. 32 കിലോ സ്വർണം പൊതിഞ്ഞതാണ്. ഫോറൻസിക്കിൻ്റെ അന്തിമ റിപ്പോർട്ട് കിട്ടുമ്പോൾ അതിലെത്ര ബാക്കിയുണ്ട് എന്നറിയാം. ഇത് പ്രത്യക്ഷത്തിൽ അവിടെ പൊതിഞ്ഞു വെച്ചിരുന്ന സ്വർണം മാന്തി എടുത്തുകൊണ്ട് പോകാൻ കട്സുണ്ടെങ്കിൽ അവിടെ കാണിക്കയായി കിട്ടിയിരിക്കുന്ന സ്വർണം മുഴുവൻ ചാക്കി കെട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത്ര വലിയ കൊള്ള നടക്കുമ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങൾ കണ്ണുകെട്ടി നോക്കി നിൽക്കാവോ? നമ്മൾ മുൻപ് പറഞ്ഞിരിക്കുന്ന അതേ പ്രയോഗം, അത് ഒരുപക്ഷെ ഭരണത്തിൻ്റെ അവസാന വാക്കിനെ കുറിച്ചായിരിക്കാം. അവസാനത്തെ കാവൽക്കാരനും കുറ്റവാളിയായാൽ പിന്നെ ആര് കാവൽ നിൽക്കും? ഇവരെ കാവലേൽപ്പിച്ചു, അവർ തന്നെ കൊള്ളയ്ക്ക് കൂട്ടുതന്നു. അതുകൊണ്ടാണ് ഹൈക്കോടതി പൊട്ടിത്തെറിച്ചത്. ഇതൊരു ക്രിമിനൽ കുറ്റമാണ്, ക്രിമിനൽ ഗൂഢാലോചനയാണ് നടന്നത്. അപ്പോൾ ആ ക്രിമിനൽ കുറ്റത്തിൽ തുല്യ പങ്കാളിത്തമാണ് ദേവസ്വം ബോർഡിലെ അംഗങ്ങൾക്കുള്ളത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ശങ്കർദാസിനും വിജയകുമാറിനും കഴിയില്ല. പക്ഷാഘാതം വന്ന് തളർന്ന് ആശുപത്രിയിൽ എല്ലാം മറന്നു കിടക്കുകയാണ് എങ്കിൽ പോലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനമെടുത്തു. എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തി അറസ്റ്റ് നടപടിക്രമം പൂർത്തിയാക്കുക. അപ്പോൾ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ഏതെങ്കിലും ഒരു കൊള്ളയ്ക്ക് കൂട്ടുനിന്നാൽ അറസ്റ്റ് നിയമവിധേയമാകും. നിയമവിധേയമായ നടപടികളിലൂടെ കടന്നുപോയേ തീരൂ. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ മലയാളികൾക്കും, ഓരോ മനുഷ്യനുമുള്ള അയ്യപ്പൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ കൊള്ളയടിച്ചാൽ ഒരിക്കൽ നിങ്ങൾ പിടികൂടപ്പെടും. മറ്റൊന്ന്, ഏത് തലത്തിലാണ് അയ്യപ്പ കോപം ഓരോ വ്യക്തിയിലും വന്ന് പതിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പത്മകുമാറിന് ഇപ്പോൾ ചില മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് നമ്മൾ കേട്ടിരുന്നു. ജയിലിനുള്ളിൽ, സെല്ലിനുള്ളിൽ പലതരത്തിലുള്ള മാനസിക വിഭ്രാന്തികൾ അദ്ദേഹം കാട്ടുന്നുണ്ട്. എൻ വാസു ഇപ്പോൾ മിക്കവാറും ആശുപത്രിയിൽ ചികിത്സയിലാണ്. വല്ലാത്തൊരു ഘട്ടത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഇവർക്കൊക്കെ പൊതുവായ ഒരു അപകടം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. പലർക്കും അവർക്കൊരു മാനസിക വിഭ്രാന്തി വരുന്നു. അത് ചെയ്തു പോയ പാപത്തിൻ്റെ പേരിലാകാം, ഇനി വരാനിരിക്കുന്ന വിപത്തുകളുടെ പേരിലാകാം. സമൂഹത്തിൻ്റെ പഴി അതൊരു ഭയാനകമായ സമ്മർദ്ദമാണ്. എവിടെ ചെല്ലുമ്പോഴും അയ്യപ്പൻ്റെ സ്വർണ്ണം കട്ട കള്ളൻ എന്നുള്ളൊരു വിളി, അതൊരു കുടുംബത്തെ മാത്രമല്ല, അത് തലമുറകളോളം അതിനി അവരെ വിടാതെ പിന്തുടരും. ആ തലമുറകളിലൂടെ പടർന്നൊഴുകുന്ന ഒരു ആക്ഷേപം, പരിഹാസം, അതാണ് ഇവരെയൊക്കെ ആത്യന്തികമായി ബാധിക്കുന്ന ഏറ്റവും വലിയ അയ്യപ്പ കോപം. എന്നാൽ ഇവിടെ ഇവർ ചെയ്യേണ്ടത് എന്താണ്? അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അവർക്ക് തുറന്നു പറയാമായിരുന്നു. ഈ വിവാദങ്ങൾ ഉയർന്നു പൊങ്ങിയതിന് തൊട്ട് പിന്നാലെ സമൂഹത്തോട് സത്യം പറയാമായിരുന്നു. അവരതൊന്നും ഒന്നും ചെയ്തില്ല. പത്മകുമാർ പ്രത്യേകിച്ച്. പത്മകുമാർ എല്ലാം മൂടി വയ്ക്കുകയാണ് ചെയ്തത്. തന്ത്രിക്കും മന്ത്രിക്കും അറിയാൻ ദൈവതുല്യരായ ചിലരുടെ ഇടപെടലുണ്ട് എന്നൊക്കെ പത്മകുമാർ എങ്കും തൊടാതെ പറയുമ്പോൾ അയാൾ പലതും മറച്ചു വെച്ചു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. പത്മകുമാറിൻ്റെ ഒരു ധാർഷ്ട്യം തുടക്കത്തിൽ നമ്മൾ കണ്ടു. കാരണം പത്തനംതിട്ടയിലെ പാർട്ടി തൻ്റെ ഉള്ളം കയ്യിലാണെന്ന് പത്മകുമാറിനറിയാം. CPMൻ്റെ ഉന്നത നേതാക്കൾ തന്നെ കൈവിടില്ല, കൈവിട്ടാൽ അവർക്കിട്ട് പണി കൊടുക്കും എന്നുള്ള ഒരു അഹങ്കാരവും ധാർഷ്ട്യവും പത്മകുമാറിൻ്റെ മുഖത്തുണ്ടായിരുന്നു. അതൊന്നും അയ്യപ്പൻ്റെ മുന്നിൽ വിലപ്പോയില്ല. മുരാരിയിൽ നിന്ന് സുധീഷ് കുമാറിലേക്ക്, അവിടെ നിന്ന് KS ബൈജുവിലേക്ക്, ജയശ്രീയിലെത്തിയപ്പോൾ ജയശ്രീ നമ്മൾ കണ്ടതാണ്. അട്ടപടലം ആശുപത്രിയിൽ വീണു. ഒരു ലെവലേശം ഓർമ്മയില്ല. അത്ര ഭീകരമായ ആരോഗ്യ പ്രശ്നത്തിലകപ്പെട്ടു. അതുകൊണ്ടാണ് ജയശ്രീയെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയാതെ വന്നത്. കോടതിക്ക് പോലും ബോധ്യമായി ജയശ്രീ വല്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന്. ഇവരെല്ലാം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിക്കുന്നു. പിന്നീട് എൻ വാസുവിലേക്ക്, പത്മകുമാറിലേക്ക്, നടുക്കുന്ന തലത്തിൽ വിജയകുമാറിലേക്ക്, സമൂഹത്തെ ഒളിപ്പിച്ച് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നു. കടകംപള്ളിയുടെ മൊഴി മാത്രം ഇതുവരെ അന്വേഷണ സംഘത്തിൽ നിന്ന് പുറത്തു വന്നില്ലല്ലോ. നമ്മൾ നേരത്തെ പത്മകുമാറിൻ്റെ മൊഴി വായിച്ചു, നമ്മൾ നേരത്തെ എൻ വാസുവിൻ്റെ മൊഴി വായിച്ചു. ഇവർ ഓരോരുത്തരും നൽകുന്ന മൊഴി എല്ലാ പത്രക്കാർക്കും ചോർന്ന് കിട്ടി. പക്ഷേ കടകംപള്ളിയുടെ മൊഴി മാത്രം എന്തുകൊണ്ട് കിട്ടിയില്ല? എന്തിനാണ് വീണ്ടും സമയം ചോദിച്ചത് ഇതേ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ? കടകംപള്ളിയുടെ മൊഴി പുറത്തേക്ക് പോകരുത്. എല്ലാം നിഷേധിക്കുന്ന കടകംപള്ളി ചിലതൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള കടകംപള്ളിയുടെ ബന്ധം,
പോറ്റിയെ തനിക്ക് അറിയാമായിരുന്നു ഒരു സ്പോൺസർ എന്ന നിലയിൽ എന്ന് കടകംപള്ളി സമ്മതിക്കുമ്പോൾ അതേ കുറ്റമല്ലേ പത്മകുമാർ ഏറ്റു പറഞ്ഞത്? ഇതേ ചോദ്യം തന്നെ സമൂഹം നിരവധി തവണ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞു. പക്ഷെ പത്മകുമാറിലേക്ക് എത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് ത്രാണിയില്ല. പത്മകുമാറിലേക്കല്ല, കടകംപള്ളിയിലേക്ക് എത്താൻ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്ക് ത്രാണിയില്ല. അതാണ് സത്യം. ഇവിടെ ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് ഇവർക്കെല്ലാവർക്കും ഈ കള്ളൻ എന്നുള്ള പേര് കേൾക്കാനാണ് വയ്യാത്തത്. ഈ ശങ്കർദാസ് സുപ്രീം കോടതി വരെ പോയിരിക്കുന്നത് ഹൈക്കോടതിയുടെ ആ പരാമർശം ഒന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. കടകംപള്ളി സുരേന്ദ്രൻ VD സതീശൻ സ്വർണ്ണക്കള്ളൻ എന്ന് വിളിച്ചപ്പോൾ ആ കള്ളൻ എന്നുള്ള പേര് അത് ആവർത്തിക്കരുത്, അത് ആ പേര്, ആ ഒരു വിളിപ്പേര് മാറ്റണമെന്ന് VD സതീശൻ്റെ അഭിഭാഷകനോട് കേണപേക്ഷിക്കുന്ന ഒരു കടകംപള്ളിയെ നമ്മൾ കണ്ടു. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ആവശ്യം ഈ ശബരിമലയിലെ സ്വർണം കട്ട കള്ളൻ എന്നുള്ള പേര് വരെ. നമ്മൾ ഇപ്പോൾ വാസുവിനെ N വാസു എന്നല്ല, അല്ലെങ്കിൽ വാസു സഖാവ് എന്നല്ല, കട്ടള വാസു, കള്ളൻ വാസു എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഇപ്പോൾ ശങ്കർദാസിലേക്ക് വരുമ്പോൾ പോലും ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ സൈബറിടത്തിൽ കേട്ട ഒരു കമൻ്റാണ് കള്ളനും പോലീസും ഒരേ വീട്ടിലെന്നുള്ള ഒരു പരാമർശം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇവരുടെ കുടുംബക്കാർക്ക് പോലും ഈ അയ്യപ്പ കോപം ഏൽക്കുകയാണോ എന്നുള്ളത് വിശ്വാസികൾ അതിനെ വിശ്വാസത്തിൻ്റെ തലത്തിൽ കാണുന്നു. ഇതെല്ലാം ഈ കാട്ടുകള്ളന്മാർ അർഹിച്ചത് തന്നെയാണെന്ന് അവർ പറയുന്നു. അല്ല, നമുക്ക് കള്ളൻ എന്ന് വിളിക്കുന്നതിനോടൊപ്പം കള്ളന് കൂട്ടുനിന്നവർ എന്നുകൂടി വിളിക്കേണ്ടി വരും. കാരണം ഇവരൊക്കെ കട്ടെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയോ എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. അന്വേഷണ സംഘം ഇക്കാര്യം വ്യക്തമാക്കുന്നതുവരെ ഇവിടെ അടിസ്ഥാനപരമായി അന്വേഷണത്തിൽ വലിയൊരു പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. അത് നേരത്തെ ഹൈക്കോടതി പറഞ്ഞതാണ്. ഈ മോഷ്ടിക്കപ്പെട്ട സ്വർണം എവിടെ പോയി? മോഷ്ടിക്കപ്പെട്ട കിലോ കണക്കിന് സ്വർണ്ണമുണ്ടല്ലോ, ആ സ്വർണം എവിടെ പോയി? ആര് കൊണ്ടുപോയി? അതിൻ്റെ പണം കിട്ടിയെങ്കിൽ ആർക്കൊക്കെ വീതം വെച്ചു? ഇവിടെയാണ് നമ്മൾ കള്ളൻ എന്നുള്ളൊരു പ്രയോഗത്തിലേക്ക് വരേണ്ടത് അക്ഷരാർത്ഥത്തിൽ. ബാക്കിയൊക്കെ കള്ളൻ പട്ടം ചാർത്തി കൊടുത്തതാണ്. ഇവിടെ കള്ളനെ കൂട്ടുനിന്നവരാകാം. ആ കൂട്ടുനിന്നത് പക്ഷേ എന്തിൻ്റെ പേരിൽ? നമുക്കറിയാം, ശങ്കർദാസിനെ പോലൊരാൾ അല്ലെങ്കിൽ വിജയകുമാറിനെ പോലൊരാൾ ഈ കള്ളന് കൂട്ടു നിൽക്കണമെങ്കിൽ അവർക്ക് അത്ര വലിയ ഒരു സമ്മർദ്ദം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അതൊരു പക്ഷേ ആ പൊളിറ്റിക്കൽ സ്പിയറിൽ നിന്നാകാം, രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന്. ഇവിടെ നമ്മൾ ആദ്യം സുധാകരൻ പറഞ്ഞ ഒരു പ്രയോഗത്തിൻ്റെ ഒരു അർത്ഥം തിരയണം. അയ്യപ്പൻ അവിടെ സുരക്ഷിതനായി ഇരിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൻ്റെ കരുത്തുകൊണ്ടാണ്. അപ്പോൾ രാഷ്ട്രീയ മണ്ഡലം ദുഷിച്ചാൽ അയ്യപ്പൻ അവിടെ ഇരിക്കില്ല എന്ന് സുധാകരൻ പറഞ്ഞ വെറുതെയല്ല. അപ്പം രാഷ്ട്രീയ മണ്ഡലം ദുഷിച്ചാൽ അധികാരമണ്ഡലം ദുഷിയും. അധികാരമണ്ഡലം ദുഷിച്ചാൽ അത് ഉദ്യോഗസ്ഥരിലേക്ക് പ്രസരിക്കും. ഉദ്യോഗസ്ഥർ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നാൽ കള്ളന്മാർ അവിടെ കയറിയിരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ രാഷ്ട്രീയ മണ്ഡലം ദുഷിപ്പിൻ്റെ മേഖലയായി, അവിടെ നിന്ന് അധികാരമണ്ഡലത്തിലേക്ക്, അധികാര മേഖലയിലേക്ക് അത് വ്യാപിച്ചു, അവിടെ നിന്ന് ഉദ്യോഗസ്ഥരിലേക്ക്. അപ്പോൾ ശ്രീകോവിലിൽ കള്ളൻ കയറി. ശ്രീകോവിലിൽ കള്ളൻ കയറുക മാത്രമല്ല, കള്ളൻ കയറി ഇരിപ്പുറപ്പിച്ചു. ശ്രീകോവിലിൻ്റെ മുഴുവൻ ഭാഗവും അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൻ്റെ വീഴ്ചയിൽ നിന്നാണ്. അപ്പോൾ അയ്യപ്പ വിശ്വാസികൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ആ രാഷ്ട്രീയ മണ്ഡലം നമുക്ക് ചേരിതിരിക്കേണ്ട, CPM എന്നോ കോൺഗ്രസ് ഒന്നും പറയേണ്ട. പക്ഷേ അധികാരം കൈയാളുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. അധികാരം കൈയാളുന്നവർ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കണം. അത് ഏത് കാലഘട്ടത്തിലായാലും, ഇനി കോൺഗ്രസിൻ്റെ UDFൻ്റെ കാലഘട്ടത്തിലായാലും LDFൻ്റെ കാലഘട്ടത്തിലായാലും വീഴ്ച അത് വളരെ കടുത്തതാണ്. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇപ്പോൾ കള്ളൻ പട്ടം ചാർത്തിയെടുത്തിരിക്കുന്നത്. കള്ളൻ പട്ടം ഇവരർഹിക്കുന്നില്ല എങ്കിൽ നിയമപരമായി പോരാടി ആ കള്ളൻ എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് അവർ രക്ഷപ്പെടട്ടെ. അതിലൊന്നും നമുക്കതിൽ അവർക്കൊപ്പം നിൽക്കാൻ മാത്രമേ താല്പര്യമുള്ളൂ. കാരണം അയ്യപ്പനൊപ്പം നിൽക്കണം. അയ്യപ്പന് മുതൽ ആര് കൊള്ളയടിച്ചു? ഇന്ന് പക്ഷേ സുപ്രീം കോടതി അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം അയ്യപ്പൻ്റെ സ്വർണം കട്ടതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എത്ര ശക്തമായ വാക്കുകളിലാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിനെ പോലും വെറുതെ വിട്ടില്ല എന്ന് പറയുമ്പോൾ മോഷണം നടന്നുവെന്ന് സുപ്രീം കോടതി സമ്മതിച്ചു. ഇതിനല്ലേ ഹൈക്കോടതി ശബരിമലയിൽ നടന്നത് വലിയ കൊള്ളയാണ് എന്ന് അടിവരയിട്ട് പറഞ്ഞിരുന്നു. അവിടെ സൂക്ഷിക്കാൻ ഉത്തരവാദിത്വം ഏൽപ്പിച്ചവർ അവിടെ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയി എന്നാണ് ഹൈക്കോടതി എന്ന് പറഞ്ഞത്. അധികാരത്തിലുള്ളവർ തന്നെ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു. വ്യക്തമായ വാക്കുകളിലാണ് പറഞ്ഞത്. വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം എത്തുന്നില്ല. ഓരോ പ്രയോഗവും ഓരോ ഇടിമുഴക്കമായി ഈ ഉന്നതരുടെ നെഞ്ചും കൂട് കലക്കിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഭയം വരുന്നത്. നമുക്കറിയാം, ഹൈക്കോടതിയുടെ ഉഗ്ര പരാമർശത്തിലാണ് ഭയം എന്നൊരു വാക്ക് വീഴുന്നത് ഈ ശബരിമല കൊള്ളയിൽ. അതുവരെ രാഷ്ട്രീയ മണ്ഡലം ഞങ്ങളെ രക്ഷിക്കും, തൽക്കാലം പത്മകുമാറിലേക്കെല്ലാം എത്തിച്ച്
ഒരു ചെറിയ 100-300 ഗ്രാം സ്വർണം ഗോവർദ്ധൻ്റെ കടയിൽ നിന്ന് പൊക്കിക്കൊണ്ട് വന്നിട്ട് എല്ലാം കിട്ടി അവസാനിപ്പിക്കാം എന്നൊക്കെ കരുതി. പക്ഷെ അത് മുഴുവൻ അടപടലം പാടിയത് ഹൈക്കോടതിയുടെ ഇടപെടലാണ്. ഹൈക്കോടതി ശക്തമായി ഇടപെട്ടതോടെ ഭയം എല്ലാ തലങ്ങളിലും വ്യാപിച്ചു. ഒന്ന്, പ്രത്യേക അന്വേഷണ സംഘത്തിന് വല്ലാത്ത ഭയമായി. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് എന്തെങ്കിലേക്ക് ഓടിയത്. ഡി മണിയുടെ ചുറ്റും കൂടി നിന്ന് ചാനലുകളൊക്കെ വിളിച്ചു വരുത്തി ഡി മണിയെ ചോദ്യം ചെയ്തു. അയാളെ പൊക്കി ഇവിടെ കൊണ്ടുവന്നു. അന്താരാഷ്ട്ര പുരാവസ്തു ബന്ധം ഏതെങ്കിലും തരത്തിൽ ഈ കേസിലുണ്ടോ എന്ന് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. ആ ഭാഗം വിട്ടുകളഞ്ഞാൽ വലിയ പണി കിട്ടും. CBIക്ക് കേസ് പോവാതിരിക്കാനുള്ള മാർഗങ്ങൾ സർക്കാർ അവലംബിച്ചു. കൊള്ളക്കാരും തങ്ങളിലേക്ക് എത്താതിരിക്കാൻ സർവ്വ കളികളും കളിക്കുന്നു. അപ്പോൾ എല്ലാ തലത്തിലും സർക്കാരിനെ ഭയം ബാധിച്ചു, കൊള്ളക്കാരിൽ ഭയം ബാധിച്ചു, പ്രത്യേക അന്വേഷണ സംഘത്തെ ഭയം ബാധിച്ചു, ശബരിമലയിൽ ഇപ്പോഴിരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തെയും ഭയം ബാധിച്ചു. പക്ഷെ ഇവിടെ നമ്മൾ ഒരു അത്ഭുതം കാണണം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ യാത്ര ചെയ്തപ്പോൾ ഈ ശബരിമലയിലേക്ക് ഒഴുകുന്ന ആ ഭക്തജനങ്ങളുടെ എണ്ണത്തിലെ വർധനവ്, അത് ഞാൻ ഇന്ന് കണക്കുകൾ നോക്കി. ശബരിമലയിലേക്ക് തീർത്ഥാടകരുടെ എണ്ണം കൂടിയിട്ടുണ്ട്, വളരെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും അയ്യപ്പ ഭക്തിയെ ബാധിക്കുന്നില്ല. ആ ഭക്തി അത് നമുക്ക് അതിനെ നിർവചിക്കാൻ കഴിയില്ല. അനന്തം, അജ്ഞാതം, അവർണ്ണനീയം എന്നൊക്കെ പറയുന്നത് പോലെ ആ ഭക്തി ഇങ്ങനെ പരന്നൊഴുകിയതാണ്. ഇതിനെ ഒരു പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് ഒരു പ്രത്യേക ചുറ്റുവട്ടത്തിലേക്ക് സ്വാംശീകരിക്കാനോ അതിനെ ക്രോഡീകരിക്കാനോ കഴിയില്ല. അത്രയും വിശാലമായി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അയ്യപ്പ ഭക്തി ഇപ്പോൾ ഒരു പ്രഭ പോലെ ചൊരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഏത് കള്ളൻ അവിടെ നിന്ന് എത്ര വസ്തുക്കൾ കൊള്ള അടിച്ചുകൊണ്ട് എവിടെ പോയിരുന്നാൽ ഈ പ്രഭ അതിൽ കത്തിത്തീരും. ഇവിടെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു നിർണായക വഴിത്തിരിവിലേക്ക് അന്വേഷണം എത്തുന്നത് രമേശ് ചെന്നിത്തലയുടെ ചില വെളിപ്പെടുത്തലുകൾ, അദ്ദേഹം SITക്ക് കൊടുത്ത മൊഴി, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് വ്യവസായി നടത്തിയ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ UDF വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നു. ഈ രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആ ഒരു പരാമർശങ്ങൾ ആ വേണ്ട തീവ്രതയിൽ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങാൻ UDFന് കഴിയുന്നില്ല. ഒരു ശക്തമായ രീതിയിലൊരു പോരാട്ടം നടത്താൻ പോലും അവരുടെ ഭാഗത്ത് നിന്ന് ആരും തയ്യാറാകുന്നില്ല. അവർക്ക് ശബരിമല ഒരു വിഷയമല്ലേ എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. അതോ ഒരു തെരഞ്ഞെടുപ്പും അധികാരവും മാത്രമാണോ നിങ്ങൾക്ക് മുൻപിലുള്ളത്, അതുമാത്രമാണോ നിങ്ങളുടെ ആവശ്യം എന്നുള്ള ചോദ്യം ഒരു വശത്തുകൂടി ഉദിച്ചു വരുന്നുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം, അടൂർ പ്രകാശിനെ പോലെയുള്ളവർക്ക് ഇതിൽ പങ്കുള്ളത് കൊണ്ടാണോ UDF പിന്നോട്ട് മാറുന്നത്? പക്ഷേ രമേശ് ചെന്നിത്തല പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പോറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുക്കൽ കൊണ്ടുപോയതിൽ പങ്കുണ്ടെങ്കിൽ, അതിലെന്തെങ്കിലും ഒരു നീക്കം അടൂർ പ്രകാശിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിന് മറുപടി പറയണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. ഈ സർക്കാരിനെതിരെ മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രമേശ് ചെന്നിത്തല അതിശക്തമായി പല ആരോപണങ്ങൾ അല്ലെങ്കിൽ പല തെളിവുകൾ ഉൾപ്പെടെ സർക്കാരിനെതിരെ കൊണ്ടുവരുന്നു. അതൊന്നും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ UDFന് കഴിയുന്നില്ല. പക്ഷേ ശബരിമല അങ്ങനെ വിട്ടുകളയേണ്ട ഒരു വിഷയമാണോ? അല്ല, ഈ കോൺഗ്രസ് UDF എന്ന് പറഞ്ഞുകൂടാ, കോൺഗ്രസ് പലപ്പോഴും പെറ്റി പൊളിറ്റിക്സ് കളിക്കുന്നത്. എൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ശബരിമല വിഷയം. ഇപ്പോൾ അവർ ദ്വിദിന ക്യാമ്പ്, ലക്ഷ്യ എന്നൊരു ക്യാമ്പ് വയനാട്ടിൽ വെച്ച് നടത്തുന്നു. അതിൽ നേതാക്കളൊക്കെ പരസ്പരം മത്സരിച്ച് നമ്മൾ ടീം UDF എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിക്കുന്നുണ്ട്. 90 സീറ്റ് കിട്ടുന്നതിൻ്റെ എണ്ണവും വണ്ണവും ഒക്കെ കൃത്യമായി കേരളത്തിന് മുന്നിൽ വർണ്ണിച്ച് കാട്ടുന്നുണ്ട്. പക്ഷെ ഓർക്കണം, ഈ ശബരിമല കൊള്ള അതിന് വേറൊരു ട്വിസ്റ്റിലെത്തിച്ചത് ചെന്നിത്തലയാണ്. ചെന്നിത്തല അവതരിപ്പിച്ച, ചെന്നിത്തല മുന്നോട്ട് വെച്ച ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ചെന്നിത്തല ഈ വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ചെന്നിത്തലയുടെ ഉഗ്ര നീക്കമായിരുന്നു. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് ചെന്നിത്തല കൊണ്ടുപോകാതിരിക്കാൻ മറ്റ് നേതാക്കളൊക്കെ ശരിക്ക് കളിച്ചു. അതുകൊണ്ടാണ് പൊടുന്നനെ പ്രത്യക്ഷ സമരങ്ങളിൽ നിന്ന് കോൺഗ്രസ് ഊളിയിട്ടത്. അവിടെ എന്ത് സംഭവിച്ചു? അവിടെ പിണറായി വിജയൻ കയറി അടിച്ചു. നമ്മൾ കണ്ടു 3 ദിവസം മുമ്പ് പിണറായി വിജയൻ സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എടുത്തിട്ട് കോൺഗ്രസിനെ കടന്നാക്രമിച്ചു. അതിനുപോലും മറുപടി പറയാൻ കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വന്നില്ല. രമേശ് ചെന്നിത്തല ഞാനുമായി രമേശ് ചെന്നിത്തലയെ ഞാൻ ഒരു അഭിമുഖത്തിനായി ക്ഷണിക്കുക. അദ്ദേഹം അഭിമുഖം അനുവദിക്കുകയും വിശദമായൊരു അഭിമുഖം എടുക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വലിയ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് എനിക്ക് താല്പര്യമില്ല, പക്ഷേ ഇതൊരു നിയോഗം പോലെ താൻ എടുക്കുന്നു. ഒരു പ്രവാസി മലയാളി വ്യവസായി അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു. അത് സത്യമാണ്. അദ്ദേഹം അത് സമൂഹത്തിന് മുന്നിൽ വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്ന തരത്തിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് പ്രത്യേക അന്വേഷണ സംഘത്തെ വിവരം അറിയിച്ചു. തനിക്ക് കിട്ടിയ മുഴുവൻ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറി. അതിൽ വസ്തുതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് അന്വേഷണ സംഘം ഡി മണി വരെ എത്തിയത്. പക്ഷേ ഡി മണിയെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘം അവിടെ
പൊടുന്നനെ എല്ലാം കെട്ടിപ്പറക്കി അവസാനിപ്പിച്ചു. അപ്പോൾ ഇതിന് പിന്നിൽ ഒന്നുകിൽ ഭയാനകമായ ചില കൊള്ളയുടെ കഥകളുണ്ട്. അത് പുറത്തേക്ക് വന്നാൽ പലരെയും കൊണ്ടേ പോകും. അപ്പോൾ ബോധപൂർവമായി ഇതിൻ്റെ അകത്ത് ഒരു പുരാവസ്തു, അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയുമായി ബന്ധമില്ല എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം ഇത് ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിന്നെ ഇവിടുത്തെ ശിങ്കടികളും എല്ലാം കൂടെ കൂടി നടത്തിയ ഒരു കളിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാകാം. ഇനി അതല്ല, വളരെ വിലപ്പെട്ട തെളിവുകൾ കിട്ടി നിശബ്ദമായി അതിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് കോടതി വീണ്ടും ഇവർക്ക് കുറച്ചുകൂടി സമയം അനുവദിച്ചത് എങ്കിൽ കേരളം കാത്തിരിക്കേണ്ടി വരും. പക്ഷെ അവിടെയും കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ ദൗത്യം മറക്കരുത്. രാഷ്ട്രീയ ദൗത്യം മറന്നാൽ ഇത് ഏത് അന്വേഷണത്തിനും ഒരു പോരാട്ടത്തിൻ്റെ വീര്യം കൂടി വേണം, പുറകെ നിൽക്കണം. ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അട്ടിമറിക്കപ്പെടാം. ഇവിടെ ശബരിമല കൊള്ള അന്വേഷിക്കുന്ന കാര്യത്തിലും ഏതെങ്കിലും ഒരു അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് നമുക്കറിയില്ല. കാരണം തെരഞ്ഞെടുപ്പാണ് മുന്നിൽ. ആത്യന്തികമായി തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഉയർന്നു വരുമെന്ന ഭയം ഭരണകൂടത്തിന് ശക്തമായുണ്ട്. എന്തായാലും ശബരിമല വിഷയത്തിൽ ഇപ്പോൾ പല കോണിൽ നിന്ന് ഇപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഭയം എല്ലാവരെയും വേട്ടയാടി തുടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, പൊതുവെ CPM-ൽ ഇന്ദ്രനും ചന്ദ്രനും കർണനും ഒക്കെ ഉള്ള പാർട്ടിയാണ്. പക്ഷേ അവരെ എല്ലാവരെയും വിറപ്പിച്ചുകൊണ്ടാണ് ശബരിമലയിലെ ഓരോ നീക്കവും അതിശക്തമാകുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പരാമർശങ്ങളും ഈ കൊള്ള നടത്തിയവർക്കും കൊള്ളയ്ക്ക് കൂട്ടുനിന്നവർക്കും എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.